എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഹെറിൻബോൺ സ്റ്റിച്ച്. ആ സ്റ്റിച്ച് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ 11ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഹെറിൻബോൺ സ്റ്റിച്ച്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുവരെ നമ്മൾ ചെയ്തത് സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിന് നമുക്ക് എന്ത് സ്റ്റിച്ചാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ സ്റ്റിച്ച് നമ്മൾ ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ലൈൻ വരയ്ക്കും. ആദ്യം നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കും. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ലൈനിന് 1/2 ഇഞ്ച് വിട്ടിട്ട്, അതായത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ വേറൊരു ലൈൻ കൂടി വരയ്ക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ നമ്മൾ 2 ലൈൻ വരച്ചിട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ഹെറിൻബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. എന്താണ് ഈ സ്റ്റിച്ചും ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഇതുവരെ നമ്മൾ 10 സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 10 സ്റ്റിച്ചും ഔട്ടർ ലൈൻ സ്റ്റിച്ചസ് ആയിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ ലൈനും അതിൻ്റെ ഇന്നറിൽ എന്തെങ്കിലും ലൈൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റിച്ചാണിതും ബാക്കിയുള്ളതൊക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇന്നർ സ്റ്റിച്ചാണ്, അതായത് ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ടൈപ്പ് സ്റ്റിച്ചാണ് ഹെറിൻബോൺ സ്റ്റിച്ച്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം, എന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. ഇതുവരെ നമ്മൾ ചെയ്തതുപോലെ തന്നെ 3 ഇഴ നൂല്, അതായത് ഒരു എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറയുന്നത് 6 ഇഴ നൂലായിരിക്കും ഉണ്ടാവുക. അതിന് നമ്മൾ 3 ഇഴ നൂല് പിരിച്ചെടുത്തിട്ട് ആ നൂല് നമ്മൾ ഇതേപോലെ ഒരു സൂചിയിൽ കോർത്തെടുത്തതിന് ശേഷം ഒരു ഭാഗം മാത്രം കെട്ടിട്ട് കൊടുക്കുക. അതായത് ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഒരു വശം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുകളിൽ വരച്ചിട്ടുള്ള ലൈനിൽ നമ്മൾ അറ്റത്തുനിന്ന് സാധാരണ താഴ്വശത്തുനിന്ന് മുകളിലേക്ക് സൂചി പൊക്കിയെടുക്കില്ലേ, സെയിം അതേ മെത്തേഡ് തന്നെ മുകളിൽ നമ്മൾ ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴത്തെ ലൈനിലേക്കാണ് ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ താഴത്ത് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിട്ടിട്ട്, അതായത് മുകളിൽ കൊടുത്ത ലൈനിൻ്റെ നേരെ പാരലായിട്ടല്ല, കുറച്ച് വിട്ടിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ഇങ്ങനെ മാറ്റി സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഈ ത്രെഡ് എന്ത് ചെയ്യുക, മുകളിലേക്ക് കൊടുക്കുക. മുകളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ താഴത്ത് കൊടുത്തിട്ടുള്ള ലൈനിൻ്റെ പാരലായിട്ടല്ല മുകളിൽ വരേണ്ടത്, മുകളിൽ കുറച്ച് വിട്ടിട്ടാണ് വരേണ്ടത്. അതായത് പാരലായിട്ടല്ല, ആംഗിളായിട്ടാണ് വരേണ്ടത്. അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ആകുമ്പോഴും താഴത്തുനിന്ന് മുകളിലേക്ക് ചെയ്യുമ്പോഴും ആംഗിൾ വൈസ് ആണ് വരുന്നത്, അല്ലാതെ 90 ഡിഗ്രിയിൽ പാരലായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ മുകളിലേക്ക് കൊടുത്തു. മുകളിൽ നിന്ന് സെയിം അതേപോലെ നമ്മൾ കുറച്ച് വിട്ടിട്ട് ബാക്കോട്ടേക്ക്, അതായത് തുന്നിയെടുത്തതിന് ശേഷം പിന്നെ ബാക്കിൽ വെച്ചിട്ടുള്ള സൂചി പിന്നെയും താഴോട്ടേക്ക് എടുക്കുകയാണ്. അത് നമ്മൾ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു സ്റ്റിച്ചിനെയാണ് നമ്മൾ ഹെറിൻബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഇന്നർ സ്റ്റിച്ചാണ്, അതായത് ഉള്ളിലുള്ള ഡിസൈൻസൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് ചെയ്യുന്നൊരു സ്റ്റിച്ചാണ് ഹെറിൻബോൺ സ്റ്റിച്ച്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ച് ബോർഡിലാണ്. ഈ ഒരു സ്റ്റിച്ച്, അതായത് നമ്മൾ ആംഗിൾ വൈസ് ആയിട്ടും മുകളിൽ നിന്ന് താഴോട്ടേക്കും താഴെ നിന്ന് മുകളിലേക്കും ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തു. ഇത് നമ്മളിങ്ങനെ ഡിസൈൻ ആക്കിയിട്ട് മോട്ടിഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, അതായത് നിങ്ങൾ ഫ്ലവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ റോസ് ഒന്നും എടുക്കുക. അതായത് റോസിൻ്റെ പെറ്റൽസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലൊക്കെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തതൊന്നും എടുക്കാതിരിക്കുക. ഈ കൂർത്ത ഷേപ്പുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, അതായത് സൂര്യകാന്തി, മുല്ലപ്പൂ, അങ്ങനത്തെ കൂർത്ത ഇതളുകളുള്ള ഷേപ്പ് വരുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഡിസൈൻസ് എടുക്കുക. അതായത് ഇല ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം, ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എഡ്ജ് വന്നിട്ട് ഒരു ഷേപ്പ്, ഒരു കൂർപ്പുള്ള ടൈപ്പുള്ള ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസൈൻ, അതായത് ഫില്ലിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്താ ചെയ്യാം, നമ്മൾ ഈ ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് അങ്ങനത്തെ ഉള്ളതൊന്നും നിങ്ങളിതിന് വേണ്ടിയിട്ട് എടുക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെറിൻബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ഇന്നർ സ്റ്റിച്ചാണ്. അതായത് നമ്മൾ ഉള്ളിലുള്ള ഡിസൈൻസിനെ ഫില്ല് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്റ്റിച്ചാണ്. അപ്പം നമ്മളിപ്പോൾ പൂവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ടും എന്ത് ചെയ്യാം, ഹെറിൻബോൺ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ തണ്ട് നമുക്ക് ഹെറിൻബോൺ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ തണ്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്ക് സ്റ്റിച്ചോ സ്റ്റെം സ്റ്റിച്ചോ ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസിൽ ബാക്ക് സ്റ്റിച്ചോ സ്റ്റെം സ്റ്റിച്ചോ ആണ് നമ്മൾ തണ്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തണ്ട് ചെയ്യാം. അപ്പോൾ ഡിസൈൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതും നമ്മൾ പഠിക്കുന്നതും ഹെറിൻബോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 80% ഹെറിൻബോണിൻ്റെ ഡിസൈൻ വരുന്ന ടൈപ്പ് ഡിസൈൻസ് എടുക്കുക. എന്നിട്ട് 20% വേറെ എന്തെങ്കിലും സ്റ്റിച്ച് വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒരു 80% ഹെറിൻബോണിൻ്റെ ഡിസൈൻസ് വരുന്ന ടൈപ്പ് ഡിസൈൻസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ എൻഡ് ചെയ്തതിന് ശേഷം സാധാരണ അടിയിലേക്ക് സൂചി എടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ ഒരു ഫ്ലവറും ലീഫും ഒരു തണ്ടും വരുന്ന ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ 3 ഇഴ നൂല് ഞാൻ ഇതേപോലെ സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരറ്റത്തു നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തപ്പോൾ കുറച്ച് വിട്ടിട്ടാണ് ചെയ്തത്. അതായത് നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ഒന്ന് കയ്യിൽ വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലീഫ് ചെയ്യുമ്പോൾ എത്രത്തോളം മാക്സിമം നമുക്ക് അടുത്തടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം മാക്സിമം അടുത്തടുത്ത് ചെയ്യാം. അപ്പോഴാണ് ആ ഒരു ഫ്ലവർ നിറയെ ഫില്ലാവുന്നത്. അപ്പോഴാണ് കാണുമ്പോൾ കാഴ്ചയിൽ ഭംഗി ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത സെയിം മെത്തേഡാണ്. ഒരു വശത്തുനിന്ന് തുടങ്ങുക, ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് താഴ്വശത്തേക്ക് എടുക്കുക, താഴ്വശത്തേക്ക് എടുത്തിട്ട് താഴ്വശത്തുനിന്ന് കുത്തിയിട്ട് സൈഡ് ഒരിത്തിരി വിട്ടിട്ട് മാറ്റി കുത്തുക. അതിനുശേഷം അവിടുന്ന് മുകളിലേക്ക് ആംഗിളാക്കിയിട്ട് എടുക്കുക. സെയിം നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ, പക്ഷെ മാക്സിമം അടുത്തടുത്ത് ചെയ്യുക. അടുത്തടുത്ത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. കാരണം ആ ഒരു ലീഫ് മൊത്തത്തിൽ ഫിൽ ചെയ്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ താഴത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഫോട്ടോസൊക്കെ കൊടുക്കുന്നത് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ആളുകൾ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻ, അതായത് സ്റ്റിച്ച് ബോർഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ വേണ്ട, മോട്ടിഫിൽ നിങ്ങളൊരു ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഞാനത് ഇനി വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലീഫ് ചെയ്തിട്ട് നമ്മൾ അവിടെ എഡ്ജ് വരെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അവിടുന്ന് അടുത്ത ലീഫിലേക്ക് വരരുത്. അതായത് സെൻറ്ററിൽ നിന്ന് പിന്നെ അടുത്ത തറ്റത്തേക്ക് വരരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഡയറക്ഷനിൽ ഒരു ബാക്ക് സ്റ്റിച്ച് പോലെയുള്ള ഡയറക്ഷനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അത്ര ഈസി ആവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ നിന്ന് സൂചി താഴോട്ടേക്ക് ഇറക്കിയതിന് ശേഷം പിന്നെ അടുത്ത എഡ്ജിൽ നിന്ന് രണ്ടാമതും തുടങ്ങുക. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ സെൻറ്ററിൽ എത്തുമ്പോൾ പിന്നെ ആ സെൻറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ അടുത്ത ലീഫിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് തന്നെ അടുത്ത ലീഫിലേക്ക് തുടങ്ങരുത്. കാരണം അങ്ങനെ തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതേ ഒരു ഡയറക്ഷൻ അവിടെ നിന്ന് ചെയ്തു വരാൻ കഴിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത എഡ്ജിൽ നിന്ന് തുടങ്ങുക. പിന്നെ അതല്ല, നിങ്ങൾക്ക് 2 വശവും എയിമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാം. 2 വശം എയിമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ 10 സ്റ്റിച്ചസ് ഔട്ടർ ലൈൻ സ്റ്റിച്ചസ് പഠിച്ചു. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ഇന്നർ ലൈന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റിച്ചും പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെറ്റിക്കോട്ടിലോ ഡ്രസ്സിലോ ഉടുപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആങ്കർ ത്രെഡ് എടുക്കുക കേട്ടോ. മറ്റേ ത്രെഡാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കളർ ഇളകും. ആങ്കർ ത്രെഡ് ആകുമ്പോൾ കളർ ഇളകില്ല. അപ്പം ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. കാരണം കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും അലക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ചെയ്ത് നോക്കാൻ കുഴപ്പമില്ല. ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്ലവർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലീഫും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. സെയിം മെത്തേഡ് തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ലീഫും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഒരു തണ്ടും കൂടി ഈ ഒരു സ്റ്റിച്ചിൽ തന്നെയാണ് ഉൾക്കൊള്ളിച്ചത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ ചെയ്യുന്നത് ഹെറിൻ ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ആ സ്റ്റിച്ച് ഒന്ന് നമുക്ക് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു ഡിസൈൻ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഹെറിൻ ബോൺ എന്നല്ല ഏത് ഡിസൈൻ ചെയ്യുമ്പോഴും മാക്സിമം ഒരു 80% ആ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഡിസൈൻസ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഇതേപോലെ ഒരു വള്ളി പോലെ വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഞാൻ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഷെയറും കൂടി ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.